പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി 26-ാം തീയതി പേരാവൂരിൽ കർഷകരുമായി സംവദിക്കുകയാണ്. 26-ാം തീയതി രാവിലെ 11 മണിക്ക് തൊണ്ടി പാരിഷ് ഹാളിൽ വെച്ചിട്ടാണ് അദ്ദേഹം ജില്ലയിലെ കർഷകരെ ആയും സംസ്ഥാനത്ത് തന്നെയുള്ള കർഷകരുമായും അദ്ദേഹം ചർച്ച നടത്തുന്നു. രാവിലെ മട്ടന്നൂർ എയർപോർട്ടിൽ വന്ന് അവിടെ നിന്നും വയനാട്ടിൽ പോകുന്ന വഴിയാണ് അദ്ദേഹം പേരാവൂരിൽ കർഷകരുമായി ആശയവിനിമയം നടത്തുന്നത്. നമുക്കറിയാം, ഇന്ന് കാർഷിക മേഖലയിലെ അതിഗുരുതരമായ വിഷയമാണ് നമ്മുടെ മുന്നിലുള്ളത്. എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ കാർഷിക മേഖല ആകെ തകർന്നടിയുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾക്ക് കൃത്യമായ വില ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അതിന് ഈ കാർഷിക മേഖല വിളകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു സാഹചര്യം ഉരുത്തിരിയുന്നില്ല. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കർഷകർ വളരെ പ്രയാസപ്പെട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ നമ്മളെ ചെറുപുഴയിലെ ഏലിയാസ്, അദ്ദേഹത്തിന്റെ ആത്മഹത്യ കാരണം അദ്ദേഹം പല സ്ഥലങ്ങളും പാട്ടത്തിനെടുത്ത് കൃഷി നടത്തി ആ ടൗണിലും പരിസരങ്ങളിലുമൊക്കെ മറ്റ് കാർഷിക വിളകൾ വിതരണം നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയ സാഹചര്യം, അദ്ദേഹം ഉൽപ്പാദിപ്പിക്കുന്ന അതിന് കൃത്യമായ വിള ലഭിക്കുന്നില്ല എന്നതോടൊപ്പം തന്നെ അവിടെ നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നു, നഷ്ടപ്പെട്ടു പോകുന്നു, കൃഷി കേടായി പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അതിനൊന്നും ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി സംസ്ഥാന ഗവൺമെന്റോ കേന്ദ്ര ഗവൺമെന്റോ ഒന്നും ഒരു നിലപാട് സ്വീകരിക്കുന്നില്ല. കൊല്ലംപറമ്പിൽ ബോർവെൽസ്, ചെറുപുഴ കുഴൽ കിണറുകൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നിർമ്മിച്ചു നൽകുന്നു. മാസ്റ്റർ ഡ്രില്ലിംഗ്, ട്രാക്ടർ ഡ്രില്ലിംഗ്, ഇൻവെൽ ഡ്രില്ലിംഗ്. കുഴൽ കിണറുകൾക്ക് കമ്പ്യൂട്ടറൈസ്ഡ് സ്ഥാനനിർണ്ണയം. കേരള സർക്കാർ അംഗീകൃത ഏജൻസി.